ഒരു പ്രശസ്തരായവരുടെ അല്ലെങ്കിൽ ഏതു വ്യക്തിയുടെയും സ്വഭാവത്തിന്റെ ചെറിയ കാര്യം വരെ പിടിച്ചെടുക്കുവാൻ അവിടെ ജോലി ചെയ്യുന്ന ഏറ്റവും താഴെയുള്ള ആളുകളോട് ഇടപഴകിയാൽ മതി. ലോകത്തിലെ മറ്റ് ദൈവങ്ങളുടെ കൂട്ടത്തിൽ ഒരു ദൈവം മാത്രമാണ് യേശു എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ സമീപിച്ചിരുന്നെങ്കിൽ പ്രതികൂലങ്ങളോ തടസ്സങ്ങളോ ഉണ്ടാകുകയില്ലായിരുന്നു. നമ്മുടെ ഓരോ ശുശ്രൂഷകളിൽ കൂടെ മറ്റൊരാളെ രക്ഷയിലേക്ക് നയിക്കുവാൻ നമ്മെ ഉപയോഗിക്കുമ്പോൾ തന്നെ ശുശ്രൂഷകനും വലിയ പാഠങ്ങളാണ് പഠിക്കുന്നത്. കൈസരിയയിലെ ഇത്താലിക പട്ടാള മേലുദ്യോഗസ്ഥനായ കൊർന്നല്യോസിന്റെ ഒപ്പമായിരുന്നു കഴിഞ്ഞ കുറെ ദിവസമായി ഞാൻ. കൊർന്നല്യോസിനോടൊപ്പം പോയി കുറച്ചു ദിവസം ജീവിക്കുവാൻ കർത്താവിന്റെ ഉപദേശം അനുസരിച്ചാണ് ഞാൻ അദ്ദേഹത്തോടൊപ്പം പോയി കഴിഞ്ഞത്. പത്രോസിന് ലഭിച്ചതുപോലെയുള്ള വിവശതയും ക്ഷണവും ഒഴിച്ചാൽ എനിക്കുള്ള നിർദ്ദേശവും സുവക്തവും ദൃഢവുമായിരുന്നു. കൊർന്നല്യോസിന്റെ തിരക്കുകൾക്കിടയിലായിരുന്നു എനിക്ക് അദ്ദേഹത്തിന്റെ സമയം വീണ് കിട്ടിയിരുന്നത്. എന്നാൽ കൊർന്നല്യോസിന്റെ ഭവനത്തിൽ എന്റെ ചങ്ങാത്തം മുഴുവൻ അകമ്പടി നിന്ന പട്ടാളക്കാരനുമായിട്ടായിരുന്നു. അതിന് എനിക്ക് വ്യക്തമായ ലക്ഷ്യവും ഉണ്ടായിരുന്നു. ഒരു പ്രശസ്തരായവരുടെ അല്ലെങ്കിൽ ഏതു വ്യക്തിയുടെയും സ്വഭാവത്തിന്റെ ചെറിയ കാര്യം വരെ പിടിച്ചെടുക്കുവാൻ അവിടെ ജോലി ചെയ്യുന്ന ഏറ്റവും താഴെയുള്ള ആളുകളോട് ഇടപഴകിയാൽ മതി. താഴെയുള്ളവരോടുള്ള ഒരുവന്റെ സമീപനത്തെ അനുസരിച്ചായിരിക്കും അവന്റെ സ്വഭാവത്തെ നിർണയിക്കുന്നത്. നാം പലപ്പോഴും ഒരു വ്യക്തിയെ പൂജിക്കുന്നത്, മഹത്വവൽക്കരിക്കുന്നത് അദ്ദേഹത്തിന്റെ കഴിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും. ദൈവം അങ്ങനെയല്ല. ദൈവം ഹൃദയങ്ങളെയാണ് ശോധന ചെയ്യുന്നത്. നീതിമാൻ, ദൈവഭക്തൻ, യഹൂദന്മാരുടെ സകല ജാതിയാലും നല്ല സാക്ഷ്യമുള്ളവൻ, കുടുംബമായി ദൈവത്തെ ഭയപ്പെടുന്നവൻ, ജനത്തിന് വളരെയേറെ സഹായം ചെയ്തവൻ, ഇടവിടാതെ ദൈവത്തോട് പ്രാർത്ഥിച്ചവൻ. കൊർന്നല്യോസിന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവഭയവും ദൈവത്തിന് പ്രസാദകരമായിരുന്നു. അവന്റെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തിയിരുന്നു. യാചനകളുടെ മറുപടി ലഭിച്ചിരുന്നു. ദാനധർമ്മങ്ങൾ മനുഷ്യർ കാണേണ്ടതിനല്ലായിരുന്നു, ദൈവഹിതത്തിനനുസരിച്ചായിരുന്നു. സകലത്തിനും മീതെ മഹാരാജാവാണ് ദൈവമെന്നുള്ള തിരിച്ചറിവോടെ ദൈവത്തെ ഭയപ്പെട്ടവൻ. കൊർന്നല്യോസ് ചെയ്തത് ഏതെങ്കിലും മനുഷ്യപ്രീതിക്കായിരുന്നുവെങ്കിൽ തന്റെ ദാസന്മാരും കുടുംബവും തിരിച്ചറിഞ്ഞില്ലെങ്കിലും ദൈവസന്നിധിയിൽ അത് എത്തുവാൻ പര്യാപ്തമാകയില്ലായിരുന്നു. കൊർന്നല്യോസിനെ കുറിച്ച് ദൈവം സാക്ഷ്യം പറഞ്ഞു, ഒപ്പം മനുഷ്യരും. ഇവയെല്ലാം ഉണ്ടായിട്ടും കൊർന്നല്യോസിന് യേശുക്രിസ്തു മുഖാന്തരമുള്ള രക്ഷ ആവശ്യമായിരുന്നു. പലപ്പോഴും യേശുക്രിസ്തുവിലൂടെ മാത്രമേ രക്ഷയുള്ളൂ. വ്യവസ്ഥകൾക്കനുസരിച്ചാണ് ദൈവത്തെ ആരാധിക്കേണ്ടത്. യേശു എന്ന ഒറ്റ വഴി മാത്രമേ പിതാവിന്റെ അടുത്തേക്കുള്ളൂ എന്ന് നാം അസന്നിഗ്ധമായി പ്രസ്താവിക്കുമ്പോഴാണ് പ്രതികൂലങ്ങൾ, മുട്ടാതർക്കങ്ങളൊക്കെ സുവിശേഷ രണാങ്കണത്തിൽ ഏൽക്കേണ്ടി വരുന്നത്. ലോകത്തിലെ മറ്റ് ദൈവങ്ങളുടെ കൂട്ടത്തിൽ ഒരു ദൈവം മാത്രമാണ് യേശു എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ സമീപിച്ചിരുന്നെങ്കിൽ പ്രതികൂലങ്ങളോ തടസ്സങ്ങളോ ഉണ്ടാകുകയില്ലായിരുന്നു. സകലതും ക്രമമായി തൻ്റെ അറിവിനനുസരിച്ച് ചെയ്ത കൊർന്നല്യോസിനോട് പോലും തൻ്റെ ദൂതനെ അയച്ച് നീയും നിന്റെ ഗ്രഹം മുഴുവനും രക്ഷിക്കപ്പെടുവാനുള്ള വാക്കുകളെ ശ്രവിക്കുവാൻ പത്രോസിനെ വരുത്തുകയെന്ന് ദൈവം ആവശ്യപ്പെട്ടിരുന്നു. വരുവാൻ പറഞ്ഞാൽ വരികയും പോകുവാൻ പറഞ്ഞാൽ പോവുകയും ചെയ്യുന്ന ദാസന്മാരുള്ള പട്ടാളത്തിലെ ഒരു മേലുദ്യോഗസ്ഥനായിരുന്നിട്ടുകൂടെ താഴ്മയുള്ളവനും സ്വാർത്ഥതയില്ലാത്തവനുമായിരുന്നു കൊർന്നല്യോസ്. തനിക്കും ഗ്രഹത്തിനുമായി ദൂതറിയിക്കുമ്പോഴും ചാർച്ചക്കാരെയും സ്നേഹിതരെയും കൂട്ടിവരുത്തി സുവിശേഷം കേൾക്കുവാൻ കാത്തിരുന്ന ഭക്തനായിരുന്നു കൊർന്നല്യോസ്. കൊർന്നല്യോസിന്റെ ഹൃദയം ദൈവത്തോട് ചേർന്നതായിരുന്നു. കാരണം എല്ലായിടത്തും എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നുള്ള ദൈവഹിതത്തിനനുസൃതമായി ബന്ധുക്കളെയും സ്നേഹിതരെയും കൊണ്ട് വീട് നിറച്ചിരുന്നു. കൊർന്നല്യോസിനെയും കുടുംബത്തെയും മാത്രം പ്രതീക്ഷിച്ചു ചെന്ന പത്രോസിന് അനേകരെ അവിടെ കാണുവാൻ സാധിച്ചു. പത്രോസിന് പ്രത്യേകിച്ച് യഹൂദന്മാർക്ക് നിക്ഷിപ്തമായ ഒന്നിലാണ് പത്രോസ് കൈവെക്കുവാൻ പോകുന്നത്. മനുഷ്യരെ പിടിക്കുന്നവനാക്കും എന്നുള്ള നാഥന്റെ വാഗ്ദത്ത നിവൃത്തീകരണം. പത്രോസിനെ കൊർന്നല്യോസിന്റെ ഭവനത്തിലേക്ക് അയക്കുമ്പോൾ സുവിശേഷം വന്നു കേൾക്കുന്നതിലുപരി ചെന്ന് പറയണമെന്നും സുവിശേഷകരെ ഓർമ്മിപ്പിക്കുന്ന വലിയ പാഠം. പത്രോസിനെ വിളിച്ച് രക്ഷയുടെ സന്ദേശം കേൾക്കുവാൻ ദൂത് പറയുന്ന ദൂതന് പോലും അവകാശപ്പെട്ടതല്ല സുവിശേഷീകരണമെന്ന അടുത്ത പഠനം. നമ്മുടെ ഓരോ ശുശ്രൂഷകളിൽ കൂടെ മറ്റൊരാളെ രക്ഷയിലേക്ക് നയിക്കുവാൻ നമ്മെ ഉപയോഗിക്കുമ്പോൾ തന്നെ ശുശ്രൂഷകനും വലിയ പാഠങ്ങളാണ് പഠിക്കുന്നത്. പത്രോസിനെ പഠിപ്പിച്ചതുപോലെ കൊർന്നല്യോസിന്റെ ഭവനത്തിൽ നിന്ന് ഞാനും പഠിക്കുകയായിരുന്നു വലിയ പാഠങ്ങൾ. കർത്താവ് കൽപ്പിക്കുന്നത് മാത്രം പറയണമെന്നും കൽപ്പിക്കുന്നതെല്ലാം മുഖം നോക്കാതെ പറയണമെന്നുമുള്ള തിരിച്ചറിവ്. സുവിശേഷകരെ ജനം ബഹുമാനിക്കുന്നതും ആദരിക്കുന്നതും ദൈവമുഖത്തു നിന്ന് കേട്ട് ദൈവം പറയുന്നതിനോടൊത്ത് കൂട്ടിച്ചേർക്കുകയില്ലെന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ്.
അതിന് ഭംഗം വരുത്തരുതെന്നുള്ള അടുത്ത പഠനം. രക്ഷയെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും കേൾക്കുവാനാണ് ജനം കൂടി വന്നിരിക്കുന്നതെന്നും അത് ദൈവത്തിന്റെ മുമ്പാകെയാണ് കൂടി വന്നിരിക്കുന്നതെന്നുള്ള വലിയ തിരിച്ചറിവ്. ശുശ്രൂഷകൾ ദൈവത്തിന്റെ കരുണയാണ്. അത് നാം രക്ഷിക്കപ്പെടുവാൻ കാണിച്ച കരുണ പോലെ തന്നെ അനേകരെ തീയിൽ നിന്ന് വലിച്ചെടുക്കുവാനുള്ള രക്ഷാകാരുണ്യ പ്രവൃത്തിയാണ്. നമ്മയും പങ്കാളിയാക്കിയത് ദൈവത്തിന്റെ മഹാകരുണയാണെന്നുള്ള വലിയ ബോധ്യം. പ്രസംഗപീഠത്തിൽ കയറിയ പത്രോസിന്റെ നാവുകൾ ചലിച്ചത് തനിക്ക് കിട്ടിയ പുതിയ വെളിപ്പാട് പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു. ദൈവത്തിന് മുഖപക്ഷമില്ല. ഏത് ജാതിയിലും ദൈവത്തെ ഭയപ്പെടുന്നവനെ, നീതി പ്രവർത്തിക്കുന്നവനെ ദൈവം ആദരിക്കുന്നു. രക്ഷിക്കപ്പെടുന്ന നാളുകളിൽ ദൈവത്തിന് മുഖപക്ഷമില്ല എന്നുള്ളത് നമ്മെ സന്തോഷിപ്പിക്കുമെങ്കിലും അന്യായം ചെയ്യുന്നവൻ താൻ ചെയ്ത അന്യായത്തിന് ഒത്തത് പ്രാപിക്കും. മുഖപക്ഷമില്ല എന്നത് നമ്മെ ഭയപ്പെടുത്തുന്നത് കൂടെയാണ്. ജാതികൾക്കും ദൈവത്തിന്റെ രക്ഷണ പ്രവൃത്തിയിൽ സ്ഥാനമുണ്ടെന്ന് പത്രോസും കൂട്ടരും തിരിച്ചറിയുകയായിരുന്നു. തങ്ങളെപ്പോലെ തന്നെ പരിശുദ്ധാത്മാവെന്ന ദാനം വചനം കേട്ട ഏവരുടെ മേലും വരുന്നത് കണ്ട് വിസ്മയിച്ചു നിൽക്കുവാനേ കഴിഞ്ഞുള്ളൂ അവർക്ക്. ദൈവത്തിന് മുഖപക്ഷമില്ല എന്ന് വ്യക്തമായി ഞാൻ മനസ്സിലാക്കുകയായിരുന്നു. കൈസരിയിൽ നിന്നുള്ള മടക്കയാത്രയിലും എന്റെ ഹൃദയം കൊർന്നല്യോസിന്റെ ഭവനത്തിൽ തന്നെ ചുറ്റിത്തിരികയാണെന്ന് എനിക്ക് മനസ്സിലായി. ഇനിയും കുറച്ചേറെ സമയം എടുക്കും ഞാൻ അതിൽ നിന്നും മുക്തനാകുവാൻ. പലപ്പോഴും അങ്ങനെയാണ്. ചില ബന്ധങ്ങൾ നമ്മെ അവരിലേക്ക് ആകർഷിക്കും. അവരിൽ നിന്ന് നാം അകലെയായാലും കുറെ സമയം കൂടി നാം ആ സ്വാധീന വലയത്തിലായിരിക്കും. പത്രോസ് തിരിച്ചറിഞ്ഞതുപോലെ എനിക്കും മനസ്സിലായി ആ യാഥാർത്ഥ്യം. ദൈവത്തിന് മുഖപക്ഷമില്ല എന്ന്. കൊർന്നല്യോസിന്റെ മുഖത്ത് ആ പ്രസ്താവന പുഞ്ചിരി വിരിയിച്ചെങ്കിലും ദൈവത്തിന് മുഖപക്ഷമില്ല എന്നുള്ളത് എന്റെ ഹൃദയത്തിന് വെള്ളിടി സമ്മാനിച്ചു. അന്യായം ചെയ്യുന്നവൻ താൻ ചെയ്ത അന്യായത്തിനൊത്തത് പ്രാപിക്കും. മുഖപക്ഷമില്ല എന്നുള്ളത് എനിക്ക് ആശ്വാസം തരുന്നതല്ലായിരുന്നു.